Welcome back everyone. Welcome back to Math Prodigy. അപ്പോൾ നമ്മൾ നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിലെ നാലാമത്തെ DPP ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്പർ തിയറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫ്രം RMO 1998. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് n be a positive integer and p1, p2, p3 up to pn be n prime numbers all larger than 5 such that 6 divides p1 square plus p2 square plus p3 square up to pn square. Prove that 6 divides n. അപ്പോൾ അതായത് പ്രൈം നമ്പേഴ്സിനെ പറ്റിയാണ് ചോദിച്ചത്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. p1 സ്ക്വയർ p2 സ്ക്വയർ അപ് ടു pn സ്ക്വയർ 6 ഡിവൈഡ്സ് n എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് മോഡുലാർ അരിത്തമെറ്റിക് കോൺഗ്രുവൻസ് ഓഫ് ഇൻറ്റിജേഴ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. റിമൈൻഡർ നോക്കാൻ റിമൈൻഡർ ഡിവൈഡ് ചെയ്യുന്ന കാണണം. അപ്പം നമുക്ക് പിന്നെ ഓൾസോ 6നെ പറ്റിയാണ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 6ന്റെ ടേംസിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് വി ഹാവ് ടു സെലക്ട് സം പ്രൈം നമ്പേഴ്സ് p1 p2 അപ് ടു pn. വി നീഡ് n പ്രൈം നമ്പേഴ്സ് ഓൾ ലാർജർ ദാൻ 5 സച്ച് ദാറ്റ് 6 ഡിവൈഡ്സ്. അപ്പോൾ ലെറ്റ് us ടേക്ക് ദോസ് പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ദേ ആർ ജസ്റ്റ് ജനറൽ പ്രൈം നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5. ഡിവിസിബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു 6 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ടേക്ക് 6. അങ്ങനെയാണെങ്കിൽ ആസ് മൾട്ടിപ്പിൾസ് ഓഫ് നോട്ട് ആസ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഇൻ ടേംസ് ഓഫ് 6 നമുക്ക് നമ്പേഴ്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എനി നമ്പർ ഇൻ ടേംസ് ഓഫ് 6 വിൽ ബി ഓഫ് ദ ഫോം 6k plus 1. ഇറ്റ് ക്യാൻ ബി 6k, 6k plus 1, 6k plus 2, 6k plus 3, 6k plus 4, 6k plus 5 അല്ലേ? ഇങ്ങനെയല്ലേ നമ്പേഴ്സിനെ നമ്മൾ 6ന്റെ മൾട്ടിപ്പിൾസിന്റെ ടേമിൽ എഴുതാൻ പറ്റുക. അപ്പൊ അങ്ങനെ നമ്മൾ 6ന്റെ ടേംസിൽ എഴുതാൻ കാരണം വി ആർ ആസ്ക്ഡ് അബൌട്ട് ഡിവിസിബിലിറ്റി ഓഫ് 6. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഇതിൽ നമുക്ക് വേണ്ടത് ആർ പ്രൈം നമ്പേഴ്സ്. നമുക്ക് വേണ്ടത് പ്രൈം നമ്പേഴ്സ് ആണ്. 5നേക്കാൾ വലുതാവണം, പ്രൈം ആവണം. ഇതിൽ ഏതൊക്കെ പ്രൈം ആവും? ഇത് പ്രൈം അല്ല. ഇത് വേണമെങ്കിൽ പ്രൈം ആവാം. 6k plus 2 പ്രൈം അല്ല, ഇറ്റ് ഇസ് ഈവൻ, അത് പ്രൈം അല്ല. 6k plus 3 പ്രൈം അല്ല, ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 3. 6k plus 4 5 അല്ല, 6k plus 5 വേണമെങ്കിൽ പ്രൈം ആവാം. സോ 6k plus 5 വേണമെങ്കിൽ പ്രൈം ആവാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാം. ഓൾ പ്രൈം നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5 are of the form 6k plus 1 or 6k plus 5. Are of the form 6k plus 1 or 6k plus 5. So അല്ലെങ്കിൽ ഈ 6k plus 5നെ നമുക്ക് എഴുതാം. 6k plus 5 can also be written as 6k plus 5 is equal to 6k minus 1. അങ്ങനെ എഴുതണ്ട. 6k plus 5. So let ഇനി നമുക്ക് ഇതിന്റെ 6k plus 1 നമുക്ക് ഇതിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. സോ ലെറ്റ്സ് ടേക്ക് 6k plus 1. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദസ് pi ഈക്വൽ ടു 6k plus or minus 1 എന്ന് എഴുതിക്കൂടെ? നമുക്ക് വേണ്ടത് വി ഹാവ് ടു ടേക്ക് ദീസ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് ആർ p1, p2, p3 അപ് ടു pn, ജനറലൈസിങ് ദം ആസ് pi. അങ്ങനെയാണെങ്കിൽ 6k plus 1 or 6k plus 5നെ 6k plus or minus 1 എന്ന് എഴുതിക്കൂടെ? 6k plus 1 6k minus 1, 6k plus or minus 1 എന്ന് എഴുതിക്കൂടെ ഇൻ ടേംസ് ഓഫ് 6ന്റെ മൾട്ടിപ്പിൾസ്? അപ്പോ നൗ 6k plus 1 ഹോൾ സ്ക്വയർ നോക്കാം. കാരണം നമുക്ക് p1 സ്ക്വയർ p2 സ്ക്വയർ, സോ വി ഹാവ് ടു ഫൈൻഡ് pi സ്ക്വയർ. സോ ലെറ്റ്സ് ഫൈൻഡ് 6k plus 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36k സ്ക്വയർ പ്ലസ് 12k plus 1 ഈക്വൽ ടു, അത് ഒരു 6 മൾട്ടിപ്പിൾ ഓഫ് 6 plus 1 അല്ലേ? അത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 6 plus 1 ആണ്. സോ ഇറ്റ് ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 6. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രുവന്റ് ടു 1 mod 6 ആണ്. സിമിലർലി ലെറ്റ്സ് ഫൈൻഡ് 6k minus 1 ഹോൾ സ്ക്വയർ. That is 36k square minus 12k plus 1. That is also some multiple of 6 plus 1. So that is also congruent to 1 mod 6. That is also congruent to 1 mod 6. അതായത് നമ്മൾ pi 6k plus 1 അല്ലെങ്കിൽ 6k minus 1 ആവാം. But if we do the square, അതിന്റെ സ്ക്വയർ എടുത്ത് നോക്കിയാൽ it is
it is leaving a remainder 1. Even if it is 6k plus 1 or 6k minus 1, it is leaving a remainder 1 when divided by 6. So we can generalize. We can say that pi square congruent to 1 mod 6. Then pi square. അപ്പോൾ നമ്മൾ ഏത് പ്രൈമിന്റെയും ഇത്തരത്തിലുള്ള ഏത് പ്രൈമിന്റെയും സ്ക്വയർ എടുത്താൽ when divided by 6, it is leaving a remainder 1. So we can write p1 square congruent to 1 mod 6, p2 square congruent to 1 mod 6, അങ്ങനെ up to pn square congruent to 1 mod 6 ആണ്. Thus അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? p1 square plus p2 square plus p3 square up to pn square congruent to 1 plus 1 plus 1 plus 1 mod 6 എന്ന് എഴുതി കൂടെ. So p1 square plus p2 square plus p3 square up to pn square congruent to n mod 6. Congruent to n mod 6 ആണ്. Congruent to n mod 6 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞു p1 square plus p2 square up to pn square. 6 അതിനെ ഡിവൈഡ് ചെയ്യും. 6 അതിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. Given that p1 square plus p2 square up to pn square is divisible by 6. അത് 6 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ is divisible by 6. അങ്ങനെയാണെങ്കിൽ n എന്താവണം? n congruent to 0 mod 6 ആവണ്ടേ? is divisible by 6 ആണ്. is divisible by 6 ആണെങ്കിൽ p1 square plus p2 square up to pn square congruent to 0 mod 6. Thus അങ്ങനെയാണെങ്കിൽ we have n congruent to 0 mod 6. n congruent to then n congruent to അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n ഉം congruent to 0 mod 6 ആണ്. So 6 divides n. So 6 divides n. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു 6 ഉം എന്തിനെ ഡിവൈഡ് ചെയ്യും? n-നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. മോഡൽ അരിത്മെറ്റിക് വെച്ചിട്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്പർ തിയറി എന്നുള്ള ഫ്രം year 1998. Thank you.